ഓം ഭഗവത്यै വിദ്മഹേ മഹേശ്വരി. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. 7 ദിവസത്തിനുള്ളിൽ അതിസമ്പന്നതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഇവർക്ക് രാജയോഗമാണ് വന്നു ചേരുന്നത്. ജാതകത്തിൻ്റെ ബലത്തിനനുസരിച്ച് ഓരോ വ്യക്തിക്കും ഓരോരോ യോഗങ്ങൾ വന്നു ഭവിക്കുന്നു. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രാജയോഗം വന്നു ഭവിക്കുന്നത് സാമ്പത്തിക നേട്ടത്തിലൂടെയാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകുന്നു. നല്ല ഒരു ജോലി, ഉയർന്ന ആഡംബര ജീവിതം, തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന സുന്ദര നിമിഷങ്ങൾ ഈ നക്ഷത്ര ജാതകരുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. 7 ദിവസം 7 ദിവസം കഴിഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർ അതിസമ്പന്നതയിലെത്തും. അങ്ങനെ ഒരു രാജയോഗം ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജാതകത്തിൽ പറയുന്നുണ്ട്. 1200 ചിങ്ങമാസം 10 മുതൽ ഒരു അപൂർവ രാജയോഗത്തിന് വഴിയൊരുങ്ങുന്നു ഈ നക്ഷത്ര ജാതകർ. ഇവരുടെ സങ്കടങ്ങൾ ഒക്കെ മാറിക്കിട്ടുന്നു. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് അതീവ സൗഭാഗ്യ സമ്പന്നതയിൽ ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയധികം ഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകളിൽ സംഭവിക്കുന്നത്. ആഗ്രഹങ്ങൾ ഒക്കെയും സഫലമാകും. വിചാരിച്ചിട്ട് സാധ്യമാകാത്ത ഏതൊരു കാര്യവും ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധ്യമായി കിട്ടും. ജാതകത്തിലെ ബലാബലമനുസരിച്ച് ഒരു നക്ഷത്ര ജാതകന് രാജയോഗവും ഗജകേസരി യോഗവും തേടിയെത്തുന്നു. ചില നക്ഷത്ര ജാതകർക്ക് അങ്ങനെയാണ്. ചില സമയങ്ങളിൽ ഇവർക്ക് സമയം തെളിയും. അങ്ങനെ സമയം തെളിയുന്ന ആ ഒരു അവസ്ഥയിൽ ആ നക്ഷത്ര ജാതകർ ഏത് കോണിലാണെങ്കിലും രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ്. ഇവർ എത്രമാത്രം ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഇവർക്ക് ഒരുപാട് ധനസമൃദ്ധി വന്നു ചേരും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. അതീവ സമ്പന്നതയിലേക്ക് ഈ നക്ഷത്ര ജാതകർ കുതിച്ചുയരുക തന്നെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഏതൊരു പ്രതിസന്ധിയാണെങ്കിലും ആ പ്രതിസന്ധികളൊക്കെയും നിങ്ങൾക്ക് മാറിക്കിട്ടും. എത്ര വലിയ പ്രശ്നമാണെങ്കിലും, നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പോലും തീർച്ചയായും അതൊക്കെ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് മാറിക്കിട്ടും ഉറപ്പാണ്. ഇങ്ങനെ ഒരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരുവാനുള്ള കാരണം ഒരു ഗ്രഹം വളരെ അനുകൂലമാകുന്നു ഈ നക്ഷത്ര ജാതകർക്ക്. ഒപ്പം ഒരു ബന്ധുഗ്രഹത്തിൻ്റെയും അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയുന്നു. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ മാറും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതുകൾ സംഭവിക്കും. പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. അത്രയേറെ ഉയരത്തിൽ, അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ കുതിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഈ ഒരു പ്രത്യേക കാലയളവിൽ ഈ നക്ഷത്ര ജാതകർ എത്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ ദാരിദ്ര്യവും ആ സങ്കടവും ആ ദുഃഖവും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തുന്നതായി കാണുവാൻ സാധിക്കും. സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്ന സമയം, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം, വലിയൊരു നേട്ടത്തിലേക്ക് കുതിക്കുന്ന സമയം. നിങ്ങൾ എവിടെയായിക്കൊള്ളട്ടെ, ഏത് ലോകത്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഭാഗ്യം തെളിയുകയാണിവിടെ. 1200 ചിങ്ങമാസം 10 മുതൽ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടുന്ന ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നിങ്ങളൊരു ദേവീ ഭക്തയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ദേവീ ഭക്തനാണ് എങ്കിൽ അമ്മേ ദേവി എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. തീർച്ചയായും നിങ്ങളെ തേടി വരുന്നത് വലിയ സൗഭാഗ്യങ്ങൾ തന്നെയായിരിക്കും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കും.
ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് കിട്ടും. ഇനി അതീവ നേട്ടത്തിലേക്ക് നിങ്ങൾ കുതിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിലെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറുന്ന ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിലെ ആദ്യത്തെ 3 നക്ഷത്രജാതകർ, അത് കാർത്തികയും രോഹിണിയും മകീരവും അടങ്ങിയ ഇടവക്കൂറുകാർ തന്നെയാണ്. ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നു, സങ്കടങ്ങൾ ഒക്കെ മാറിക്കിട്ടുന്നു, ധാരാളം ധനം വന്നു ചേരുന്നു. ഇന്നലെ വരെ കഷ്ടപ്പെട്ട എനിക്ക് നാളെ എങ്ങനെ ധനം വന്നു ചേരും? തീർച്ചയായും നിങ്ങൾ സംശയിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ അതൊരു ലോട്ടറിയുടെ ഭാഗ്യത്തിലാകാം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധേന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടത്തിന് കാരണമാകുന്ന രീതിയിൽ ധാരാളം ധനം വന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും അവസാനിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരും. കാർത്തികയ്ക്കും രോഹിണിക്കും മകയിരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ്. രക്ഷപ്പെടുന്ന സമയമാണ്. എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ കണ്ണന് കഴിയുമെങ്കിൽ ഒരു കദളിപ്പഴം, ഒരേ ഒരു കദളിപ്പഴം കണ്ണന് നൽകിയാൽ മതി. തൃക്കൈവെണ്ണ അതൊന്ന് നൽകി പ്രാർത്ഥിച്ചാൽ മതി. പാൽപ്പായസം അതൊന്ന് നൽകി പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ ഏത് ദുനിയാവിലാണെങ്കിലും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കും. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് കിട്ടേണ്ടതായ ധനം ലഭിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധി ദൃശ്യമാകുകയും ചെയ്യും. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്ത് തകർച്ചയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ ഒരു കാര്യം മതി നിങ്ങളൊന്ന് കരകയറുവാൻ. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും, വിവാഹ ബുദ്ധിമുട്ടുകൾ അതൊക്കെ മാറിക്കിട്ടും. വിവാഹ തടസ്സം മാറിക്കിട്ടും. ഒരു ജോലിക്ക് ശ്രമിക്കുന്നെങ്കിൽ അത് ശരിയാകും. എല്ലാ രീതിയിലും ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും. നിങ്ങൾക്കിത് അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയാണ്. അടുത്ത നക്ഷത്ര ജാതകർ പുണർതവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർ തന്നെയാണ്. ഇവർക്കും ഇനി ധനസമൃദ്ധിയുടെ സമയമാണ്. ക്ലേശങ്ങൾ ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തുന്നു. ഇവരുടെ സങ്കടങ്ങൾ അവസാനിക്കുന്നു. ഇവരുടെ മേൽ വന്നിട്ടുള്ള എല്ലാ ദോഷങ്ങളും അവസാനിച്ച് ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്നു. ക്ഷേത്രദർശനം നടത്തണം, അവിടെ വഴിപാടുകൾ നടത്തണം. തീർച്ചയായും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. നിങ്ങൾ ഉയർച്ചയിലെത്തുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം. അടുത്ത നക്ഷത്രജാതകർ തുലാക്കൂറുകാരാണ്. ചിത്തിരയും ചോതിയും വിശാഖവും അടങ്ങിയ തുലാക്കൂറുകാർ. ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുന്നു. നിങ്ങളൊരു ഗുരുവായൂരപ്പൻ ഭക്തനാണ് എങ്കിൽ കണ്ണ ഗോവിന്ദ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. തീർച്ചയായും നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുവാൻ കണ്ണൻ കൂടെയുണ്ടാകും. ധാരാളം ധനം വന്നു ചേരും. വിഷമതകൾ അവസാനിക്കും. ഏത് പ്രശ്നത്തിലാണോ കുടുങ്ങിക്കഴിയുന്നത് അതിൽ നിന്നുമൊക്കെ നിങ്ങൾ വളരെ നിസ്സാരമായി രക്ഷപ്പെട്ടിരിക്കും. ഇനി നിങ്ങളുടെ സമൃദ്ധിയുടെ നാളുകളാണ്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരു തെറ്റും കാണിക്കാത്തത് കൊണ്ട് നിങ്ങൾ തീർച്ചയായും ദൈവത്തിൻ്റെ മുന്നിൽ നിരപരാധി തന്നെയാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കും. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടേണ്ടവർ തന്നെയാണ്. പ്രവചനം ഒരിക്കലും തെറ്റിയിട്ടില്ല, തെറ്റത്തുമില്ല. ഇനി നിങ്ങൾ അതീവ സമ്പന്നതയിൽ എത്തിച്ചേരും, ഉറപ്പാണ്. അടുത്ത നക്ഷത്ര ജാതകർ മീനക്കൂറുകാരാണ്. മീനക്കൂറുകാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി അടങ്ങിയ പൂരുരുട്ടാതിക്കാരുടെ തലവര മാറുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുന്ന സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്തുന്ന സമയമാണ്. ജീവിതത്തിൽ എത്രമാത്രം ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ ക്ലേശങ്ങളൊക്കെ മാറി ഇനി അതീവ സമ്പന്നതയിൽ, അതീവ നേട്ടത്തിൽ, ഒരു ലോട്ടറി ഭാഗ്യത്തിൽ, മറ്റെന്തെങ്കിലുമൊക്കെ ഭാഗ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. 7 ദിവസത്തിനുള്ളിൽ
ഒരു അതിസമ്പന്നതയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നല്ല ജോലി ലഭിക്കും. ഉയർന്ന ആഡംബര ജീവിതങ്ങൾ ലഭ്യമാകും. ആഗ്രഹങ്ങൾ സഫലമാകും. വിചാരിച്ചിട്ട് സാധ്യമാകാത്ത ഏതൊരു കാര്യവും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.